മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിച്ചിരിക്കുകയാണ്. മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അസ്മാക് എന്നു പേരുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേരാണ്. രണ്ടുപേരും ചടയമംഗലം സ്വദേശികളാണ്. ഷാജി, 42 വയസ്സുള്ള ഷാജി, ഭാര്യയുടെ അമ്മ റാഷിദ ബീവി, ഈ 2 പേരാണ് മരിച്ചത്. ഇതിൽ ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇന്ദുലേഖ രേണു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഇതെന്താണ്, ഈ ഹോട്ടൽ എവിടെയാണ്, എന്താണ് ഈ ഭക്ഷണം കഴിച്ചത്, എന്താണ് കഴിച്ചത്? ആര്യ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലാണ്. ഇവർ ഇന്നലെ വിഴിഞ്ഞത്തെത്തിയതായിരുന്നു. കൊല്ലം നിലമേൽ സ്വദേശികളാണ് ഈ പറയുന്ന 3 പേരും. ഇതിൽ ഷാജിയുടെ ഭാര്യയുടെ അമ്മ എന്നിവരാണ് നിലവിൽ ഭക്ഷ്യവിഷബാധയായിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. ഷാജിയുടെ ഭാര്യയായിട്ടുള്ള 39 വയസ്സുകാരി സജിമോൾ ഇപ്പോൾ പാരിപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇവർ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ സ്വദേശം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് വിഴിഞ്ഞം പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഉടൻ തന്നെ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നാണ് വിഴിഞ്ഞം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മറുപടി. അതുമാത്രമല്ല, ഇത് ഈ വൈകുന്നേരങ്ങളിൽ സായാഹ്ന ഭക്ഷണശാലയാണ്. വൈകുന്നേര സമയങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു ഭക്ഷണശാലയാണ്. മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അസ്മാക് എന്നു പേരുള്ള ഹോട്ടലാണ് ഇത്. പക്ഷേ ഇന്നേ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച മറ്റാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാതി ഉയർന്നതായി അറിവില്ല. ഇവരിന്നലെ ഇവിടെ നിന്ന് മാത്രമാണ് ഭക്ഷണം കഴിച്ച് മടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഛർദി മുതലായ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഷാജിക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നിലവിൽ ഭക്ഷ്യസുരക്ഷാ സംഘം ഈ പറയുന്ന ഹോട്ടലിലേക്ക് അന്വേഷണം നടത്തുന്നതിനായി പുറപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്നുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഹോട്ടലിൽ പോലീസ് ഈ കട അടപ്പിച്ചതായുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇന്ദു, ആര്യ, ആ കാര്യത്തിലൊരു വ്യക്തത കുറച്ചുകൂടി വരാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു സായാഹ്ന ഭക്ഷണശാലയാണ്. വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു കടയാണ്. ഇന്നലെ വൈകുന്നേരം ആണ് ഇവർ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയോട് കൂടിയാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കൃത്യമായി കട പൂട്ടിയോ എന്നുള്ളത് വ്യക്തമാവുന്നില്ല. എന്തായാലും അന്വേഷണം നടന്നത് പൂർത്തിയാകുന്നത് വരെ കട തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയില്ല. അത്തരത്തിലൊരു കാര്യം ഉണ്ടാകുവാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും അന്വേഷണം നടക്കുകയാണ്. എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് ഇവർ കഴിച്ചത്, മറ്റാർക്കെങ്കിലും പരാതികളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. ഒരു പക്ഷേ ഡോക്ടർമാർ പറയുന്ന ഇതിനൊരു സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അലർജിയുള്ള അല്ലെങ്കിൽ കഴിച്ചുകൂടാത്ത ഭക്ഷണം ഈ 3 പേർ കഴിച്ചിട്ടുണ്ടോ, അത്തരത്തിലാണോ ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ബാധിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ട്. 3 പേർക്കും ഒരേ അലർജി ഉണ്ടാവില്ലല്ലോ എന്തോ. അതാണ് ആര്യ പറഞ്ഞത്. അക്കാര്യത്തിലൊരു വ്യക്തത വരാനുണ്ട്. കാരണം ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റാരും ഇത്തരത്തിലൊരു പരാതി നിലവിൽ ഉന്നയിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷണം നടത്തിയാലേ നമുക്ക് ഹോട്ടലിനെതിരെ അത്തരത്തിലൊരു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് മൂലം മാത്രമാണ് ഈ മരണം സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കൂ. ആര്യ.